സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ നമ്മളിന്ന് ഒരു ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ തീർന്നു പോയിട്ടുണ്ട്. ലൈക്ക് ചിക്കനും എഗ്ഗും കുറച്ച് വെജീസും എല്ലാം തീർന്നു പോയിട്ടുണ്ട്. അപ്പം നമുക്കത് പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് വിൽ കുക്ക് ആൻഡ് വിൽ ഈറ്റ്. കം ലെറ്റ്സ് ഗോ. നമുക്ക് സാധനം വാങ്ങി തരാം. ബാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 90 മുട്ടയും വാങ്ങിച്ചിട്ട് ഐ എം ഗോയിങ് ഹോം. ഈ 90 മുട്ട എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിലർക്ക് തോന്നും ഇവൻ നീ 90 മുട്ടയൊക്കെ ഒരുമിച്ച് വാങ്ങിക്കണമെന്ന്. ഐ വിൽ എക്സ്പ്ലെയിൻ. സോ അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രോസറി വാങ്ങിക്കാനായിട്ട് നമ്മളിത് കടയിൽ വന്നു. നമുക്ക് വേണ്ട സാധനങ്ങൾ വി നീഡ് വാട്ടർമെലൺ, ക്യൂക്കമ്പർ ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെ വേണ്ടത് കുറച്ച് സബോള. അത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. വാ. സോ ഗൈസ്, നമുക്കൊരു 2 കിലോ സ്വീറ്റ് പൊട്ടാറ്റോ വേണം. ഓക്കെ, ഡൺ. ഓക്കെ, ഹായ് പറ. ബ്രോ, പേരെന്താണ് നിന്റെ? ബിലാലാണ് ഇവിടുത്തെ മെയിൻ, ഈ ഷോപ്പിലെ മെയിൻ. ചേച്ചിയും കൂടി ഇങ്ങനെ കാണിച്ചു. സോ അപ്പോൾ വി ജസ്റ്റ് ബോട്ട് അവർ ഗ്രോസറീസ് ആൻഡ് നമുക്ക് വീട്ടിൽ പോകാം. ഇനി പോയിട്ട് ചിക്കനും കൂടെ വാങ്ങി. യെസ്, വി ആർ അറ്റ് ദ ചിക്കൻ സ്റ്റോർ. ഡൺ. സോ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ലൈക്ക് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് അമ്മയാണ്. ഇതെങ്ങനെയായിരിക്കും എന്ന് ഞാൻ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ചിക്കൻ, മുട്ട, പച്ചക്കറികൾ. വായോ, അകത്തേക്ക് പോവാം. ട്രാക്ക് ചെയ്തൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ കിട്ടുന്നുണ്ടോ? സോ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു. ഞാൻ ഈ ഹുഡി ഒന്ന് ഊരിയിട്ടിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പുകഞ്ഞു പോകും. ഒന്നാമത് ഭയങ്കര ചൂട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഈസ് ഓൾ അബൌട്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പം നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്ന് നമ്മൾ കാണിച്ചു തരാം. എന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ്. ബാ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മുട്ടയും ഓട്സും അതുപോലെ തന്നെ ക്യൂക്കമ്പറും. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ബാ. അപ്പോൾ അത് ഓൾറെഡി അമ്മയ്ക്ക് വേണ്ടി കുറച്ച് മുട്ട പുഴുങ്ങാനിടുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് മുട്ട പൊരിക്കണ്ട, ഇന്ന് അതിൻ്റെ കൂടെ എൻ്റെയും കൂടെ മുട്ട പുഴുങ്ങാൻ ഇടാം എന്ന് വെച്ചു. അത് 4 ഇടണ്ട, ഒരു 5-6 കേട്ടോ. അതാകുമ്പോഴത്തേക്കും ഇപ്പം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ എടുക്കാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഓട്സ് പ്രെപ്പ് ചെയ്യാം. ഓട്സ് എടുക്കാം. അതുപോലെ തന്നെ ഇന്ന് വീട്ടിൽ മസാല ദോശ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും ഒരു 70 ഗ്രാം ഓട്സ് എടുക്കുന്ന ഒരു 40 ഗ്രാം to 45 ഗ്രാം ഓട്സ് എടുത്തിട്ട് ഒരു ചെറിയ മസാല ദോശ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് 2 ഫുഡും കഴിയാലോ. ഏത്? സോ അപ്പോൾ ഓട്സിന് വേണ്ടിയിട്ട് നമ്മുടെ വെയിങ് മെഷീൻ, ഞാൻ എപ്പോഴും വെയിങ് മെഷീൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണ്. 2.5 വർഷമായി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അപ്പം വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ഫുഡും വെയ് ചെയ്യാറ്. ഞാൻ എന്ത് കഴിച്ചാലും അതിങ്ങനെ തന്നെ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്ന ഒരു മസിൽ ബ്ലേസിൻ്റെ പൊക്കോ ഇതാണ് കിച്ചൻ്റെ പ്രശ്നം. ഇതാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന മസിൽ ബ്ലേസിൻ്റെ പ്രോട്ടീൻ ഓട്സ് ആണ്, ചോക്ലേറ്റ് ഫ്ലേവർ. ഓട്സ് യൂസ് ചെയ്യട്ടെ. ഞാൻ നോർമൽ ഓട്സ് യൂസ് ചെയ്യും. ഞാൻ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ അധികം ഷുഗറും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു 60 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് പാലാണ്. പാല് പിന്നെ ഓൾറെഡി നമ്മൾ വരുത്തുന്ന പാലായതുകൊണ്ട് വേറെ പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. ഓട്സിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. ഡൺ. അപ്പോൾ ഇതിനകത്ത് ഹണി ചേർക്കേണ്ടവർക്ക് ഹണി ചേർക്കാം, അല്ലാത്തവർ ഹണി ചേർക്കണ്ട. ഞാൻ അത്ര ഷുഗർ ഇൻടേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ലൈക്ക് ഹണി ചേർക്കാത്തത്. പിന്നെ നോർമൽ ഓട്സ്, നിങ്ങൾക്ക് ഈ ഓട്സിന് വരെ നോർമൽ ഓട്സ് എടുക്കാം. നോർമൽ ഓട്സിനൂടെ വേ പ്രോട്ടീൻ ഇട്ടിട്ടും എടുക്കാം. ലൈക്ക് എനിത്തിങ് വർക്ക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചില സമയം ഇതും അതും കൂടെ മിക്സ് ചെയ്തെടുക്കും, ചിലപ്പോൾ ഇത് മാത്രം എടുക്കും. ഇപ്പോൾ ദോശ കഴിക്കുന്നുണ്ട്, ഞാനിത് കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് അതെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മതേ എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി മറ്റേ തുണിയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. സോ അപ്പോൾ ചീത്തയായി പോയില്ല എന്നാണ് അമ്മ പറയുന്നത്. സോ അപ്പം എനിക്കൊരു മസാല ദോശ കൂടി ഇതിൻ്റെ കൂടെ കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ എന്താണ് മസാല ദോശനെ കുറിച്ച് പറയാനുള്ളത് ക്യാമറയിലേക്ക്? അപ്പോൾ നല്ലോണം മുരിച്ചൊക്കെ എടുക്കും നമ്മൾ. അതാണ് നിന്നോട് മസാല ദോശ കഴിക്കണം വേണ്ടേന്ന് ചോദിക്കാത്തത്. അപ്പോൾ ഇന്നൊരു ചെറിയ ദോശ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ദോശ ഒഴിച്ചേക്കാം. ഓക്കെ, ഒരു കുഞ്ഞു ദോശ.
അപ്പം അതിലേക്ക് അമ്മ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ശകലം നെയ്യ്, കുറച്ച് മതി 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 മതി. നെയ്യ് നമ്മൾ വാരിയിടണ്ട. മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പം അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കുറച്ച് കിഴങ്ങാണല്ലോ, കിഴങ്ങ് കാർബാണല്ലോ, അപ്പോൾ അതും വെച്ച് കൊടുക്കും. മതി മതി, എത്ര മതി. നെയ്യ് വേണ്ട, ഇനി നെയ്യ് വേണ്ട, ഇനി നെയ്യ് വേണ്ട, ടേസ്റ്റ് വേണ്ട, എനിക്ക് അത്രയും ടേസ്റ്റ് വേണ്ട. സോ അപ്പോൾ ഞാൻ ഭയങ്കര മാക്രോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ മസാല ദോശ എടുക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ കീറിയതൊക്കെ ഒന്ന് കളയാൻ വയ്യേ? നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഫുൾ സ്ലീവ് ടീഷർട്ടായിരുന്നു. ഞാനിത് മുറിച്ച് സ്റ്റൈലാക്കി എടുത്തേക്കാണ് സ്ലീവ്ലെസ്സിന് വേണ്ടി. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ദ ആർട്ടിസ്റ്റ് ആൻഡ് ആർട്ട്. ശരവണ ഭവൻ ഉണ്ടാക്കുമോ ഇതുപോലത്തെ മസാല ദോശ? ഇല്ല, കണ്ടാ. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്യൂക്കമ്പറും കൂടെ ഒന്ന് നന്നാക്കി എടുക്കാം. മുട്ട ഒരു പ്രാവശ്യം വെള്ളം കളഞ്ഞ്, മുട്ട പൊളിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പെട്ടെന്ന് മുട്ട പൊളിച്ചെടുക്കാം, മുട്ട പൊട്ടാതെ. ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് ആ വെള്ളവും കളഞ്ഞ്, വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതും കളഞ്ഞിട്ട്, ഓക്കെ. അമ്മ ഐസ് എടുത്തിട്ടുണ്ട്. അതന്നെ, അതിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ചില്ലായിട്ട് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. എടുക്കുക, 2 കൊട്ട് കൊടുക്കുക, പിന്നെ ഇങ്ങനെ റോൾ ചെയ്യുക. സോ അപ്പം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. സോ ദിസ് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളൊരു ചെറിയ മസാല ദോശ എടുത്തിട്ടുണ്ട്, ഓട്സ് ഉണ്ട്, ക്യൂക്കമ്പർ ഉണ്ട്. ഇതിൽ കാർബും പ്രോട്ടീനും ഫൈബറും എല്ലാം ഉള്ളൊരു പ്ലേറ്റാണ്. യെസ്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേൽ മാനേജ് ചെയ്യാം കേട്ടോ. ഈ പ്ലേറ്റ് കാർബായിട്ട് നിങ്ങൾക്ക് എന്തുവേണേൽ കഴിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ഇത് എൻ്റെ കറണ്ട് സൈക്കിളാണ്. ഇങ്ങനെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്നത്. ഓട്സ് ഉണ്ടാവും, ഓട്സ് ആയിരിക്കും മെയിൻ. അപ്പോൾ ഞാനിന്ന് അമ്മ ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദോശ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഓട്സ് എടുത്തു. അതിനകത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ബാക്കി കുറച്ച് ദോശ എടുത്തു. അങ്ങനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വേണം നിങ്ങൾ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പറയുമ്പം ചോക്ലേറ്റ് ഓട്സ് എന്നൊക്കെ പറഞ്ഞാലും ഇതിൽ തീരെ ഷുഗർ ഇല്ല, അതുകൊണ്ട് ടേസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ. ഇതിനോട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേ പ്രോട്ടീനൊക്കെ ആഡ് ചെയ്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ലെറ്റ്സ് ഗോ. ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പ്രിപ്പ് ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്യണം, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. ലഞ്ചിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് നാളത്തേക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടത് എടുത്ത് എയർ ഫ്രൈ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഫുൾ സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇടേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വാ. കാശ്മീരി ചില്ലി ഇടാം. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 1.5 സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, പെപ്പർ, കുരുമുളക്, അത് ജസ്റ്റ് ഒരു ടേസ്റ്റ്, യോഗട്ടാണ് ചെറിയ 3 സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാരങ്ങ നീര്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഡെയിലി മാരിനേഷൻ. ഞാൻ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് എൻ്റെ ചിക്കൻ മുഴുവൻ പ്രിപ്പ് ചെയ്യുന്നത്. അതിപ്പം എയർ ഫ്രൈ ചെയ്യാനാണെങ്കിലും ഷാലോ ഫ്രൈ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും ഐ യൂസ് ടു ഡൂ ലൈക്ക് ദിസ്. അപ്പം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു ചെറിയ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് നേരെ ഓക്കെ. അപ്പം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫുഡിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ 3 ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യും. അപ്പോൾ സോ അതിൽ 2 എണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എടുക്കും. ഒന്ന് ഇസ് ലൈക്ക് omega-3 ഫിഷ് ഓയിൽ. അപ്പം നമ്മുടെ സ്കിന്ന്, ജോയിൻസ്, അതുപോലെ തന്നെ ഹെയർ, നെയിൽസ് ഇതൊക്കെ അത്യാവശ്യം നല്ല ബെറ്റർ ആവും ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ. ലൈക്ക് ദിസ് വൺ എനിക്ക് പുതിയതായിട്ടൊരു 1.5 വീക്കായിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ജിലാജിത് ഗോക്ഷൂറ ആൻഡ് അശ്വഗന്ധയുടെ ഒരു മിക്സ് വരുന്നൊരു ഗമ്മീസാണ്. ലൈക്ക് ഇറ്റ് ഹെൽപ്സ് ടു നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടും, നല്ലൊരു റിക്കവറി കിട്ടും, കുറച്ച് സ്റ്റാമിന, എല്ലാം ഓവറോൾ വെൽനെസ്സിന് നല്ലതാണ്. ലൈക്ക് ഇത് നമ്മുടെ പുളിമുട്ടായില്ലേ, കുഞ്ഞിലെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവറാണ്. വെരി ടേസ്റ്റി. ഈ ഒരു ജെല്ലി പോലത്തെ സാധനം. ലൈക്ക് ഇത് ടാമറൻ ഫ്ലേവർ, അതായത് ആ പുളിമുട്ടായുടെ ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ അതാണ് തോന്നിയത്. സോ ഗുഡ്. ഇത് നമ്മളൊരു ഹെവി മീൽ കഴിഞ്ഞിട്ട് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ എടുക്കാം. അതാണ് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 2 സപ്ലിമെൻറ്റ്സ്. സോ അപ്പോൾ ഫോർ മൈ
മിഡ് സ്നാക്ക് നമ്മൾ കട്ട് ദിസ് വാട്ടർമെലൺ ഇൻറ്റു കൊച്ചു കൊച്ചു പീസസ്. കമാ എപ്പോഴും ചെത്തുമ്പോൾ ഇങ്ങനെ ചെത്തിക്കോട്ടാ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എത്തണം. പിന്നെ നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 1 2 3. ഇത് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കൂടെ 15 grams കാഷ്യൂ നമ്മൾ കറക്റ്റായിട്ട് വെയ് ചെയ്ത് മാത്രമേ എടുക്കത്തുള്ളൂ. അറൗണ്ട് 15 grams എടുക്കുന്ന. യെസ്. അതുപോലെ തന്നെ വി നീഡ് ടു ടേക്ക് 1 scoop ഓഫ് വേ പ്രോട്ടീൻ വിത്ത് അവർ മിഡ് സ്നാക്ക്. അതുകൊണ്ട് strawberry flavored whey protein. Shake well and catch well. So guys, നമുക്ക് നമ്മുടെ മിഡ് സ്നാക്ക് കഴിച്ചിട്ട് വരാം. Come on. So അപ്പം either you can use watermelon or orange or any fruits that you have. I prefer watermelon. And good fatന് വേണ്ടി cashew nutsോ walnutsോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. മിഡ് സ്നാക്ക് കഴിച്ചു കഴിഞ്ഞു. നമുക്കുള്ളത് വേ പ്രോട്ടീൻ മാത്രം. നമുക്ക് വേ പ്രോട്ടീനും കൂടെ കഴിച്ച് നമ്മുടെ മിഡ് സ്നാക്ക് റാപ്പ് ചെയ്യാം. സൂപ്പർ. സോ യെസ്, ഞാൻ ഫിനിഷ് ആയി. കമോൺ. സോ അപ്പം ഞാനിങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കിച്ചണിൽ ഒരു സ്പെഷ്യൽ സാധനം കണ്ടു. ഇത് ചിക്കൻ കറി. സോ നമുക്കുള്ള ചിക്കൻ നമ്മളിവിടെ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ദിസ്. അപ്പോൾ നമ്മളിതാണ് കഴിക്കാൻ പോണത്. ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് റൈസ് ഓൾറെഡി അമ്മ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്കത് വേ ചെയ്ത് എടുത്താൽ മാത്രം മതി. സോ അപ്പോൾ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മൾ റൈസ് എടുക്കുന്നത് 200 gram റൈസാണ്. ഓക്കെ, 200. സോ അപ്പോൾ അതിലേക്ക് നമ്മളൊരു 150 gram ചിക്കൻ ഇടുന്നുണ്ട്. യെസ്, പെർഫെക്റ്റ്. എഗെയിൻ നമ്മൾ നമ്മുടെ ഓൾറെഡി സ്ലൈസ് ചെയ്ത് വെച്ച ലാവിലെടുത്ത് കുക്കുമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം വേണ്ട. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പയർ തോരനുണ്ട്. പയർ തോരനൊരു 2-3 സ്പൂൺ ഇടുന്നുണ്ട്. സോ അപ്പം ദിസ് ഈസ് അവർ പ്ലേറ്റ്. സോ ഫൈനലി ഞാൻ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ലഞ്ച് പ്ലേറ്റ്. റൈസ്, പയർ തോരൻ, ചിക്കൻ പ്ലസ് വെജിറ്റബിൾസ്. ഗുഡ് ടു ഗോ. കമാ. നിങ്ങൾ നിങ്ങളുടെ പോർഷൻ സൈസ് അനുസരിച്ചിട്ട് ഫുഡ് കഴിക്കട്ടോ. ഇപ്പം എൻ്റെ പോർഷൻ സൈസ് ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ഞാൻ ബേസിക്കലി കഴിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. കുറച്ച് ചിലപ്പോൾ കറി യൂസ് ചെയ്യില്ല, വീട്ടിലുള്ളത് ചിലപ്പോൾ യൂസ് ചെയ്യില്ല. ഈ 3 സാധനം മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ ഇങ്ങനത്തെ തോരനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യും. ലൈക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ ബോഡി വെയ്റ്റും ഹൈറ്റും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ് ഗോളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പം നമുക്ക് കഴിക്കാം. ഓക്കെ. ഞാനിങ്ങനെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരാൾ വരും. അടുത്ത ആളെവിടെ ഇതുണ്ടോ, അമ്മിണിയും വരും. ഇതൊക്കെ എൻ്റെ ലഞ്ച് മേറ്റ്സ് ആണ്. ഇവർ 2 പേരും. ഞാൻ ഇപ്പോൾ കഴിക്കാനിരുന്നാൽ അപ്പുറം ഇപ്പുറമായിട്ട് 2 പേരും കാണും. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസ് ചിക്കനൊക്കെ എടുത്തിട്ട് പിള്ളേർക്ക് 2 കൊടുക്കും. ഒന്ന് അതാണ് നമ്മൾ ചെയ്യാറ്. അമ്മിണി അതിനൊക്കെ തന്നല്ലേ, എന്നാ മതി 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 മതിയേ. ഇതാണ് പ്രശ്നം. ഒരു പ്രാവശ്യം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ എണ്ണി വെച്ച 150 ഗ്രാമിൽ 20 ഗ്രാം പിള്ളേർ കഴിച്ചു തീർക്കും. പിന്നെ ഫോർ യുവർ മീൽസ് നിങ്ങൾക്ക് ചിക്കൻ ഞാനിപ്പോൾ എയർ ഫ്രൈ ചെയ്തെന്നുള്ളൂ. എയർ ഫ്രയർ വീട്ടിലില്ലാത്തവർക്ക് യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ഷാലോ ഫ്രൈ ചെയ്യാം പാനിൽ. അങ്ങനെ ചെയ്യാം. മൈക്രോവേവ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഹെൽത്തിയർ ഓപ്ഷനിൽ എങ്ങനെ എടുക്കാൻ പറ്റുമോ അത്ര രീതിയിൽ എടുക്കാം. കുക്കറിൽ വിസിലടിച്ചിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഗോ ഫോർ എയർ ഫ്രയർ, അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എൻ്റെ പൊന്നമ്മണി അടങ്ങിയിരുന്നേ. എന്നാ ലാസ്റ്റാണേ, തീർന്നു. നിനക്കും ലാസ്റ്റ് അങ്ങനെ എടുക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. നമുക്കിനി പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്ത് വെച്ചിട്ട് അടുത്ത പരിപാടി എടുക്കാം. ഇതെന്തിനാണ് ഇവൻ എപ്പോഴും പറയണമെന്നല്ലേ, ഇത് ഡെയിലി റൂട്ടീനാണ്. സോ അപ്പം നമ്മളത് പറഞ്ഞേ ശരിയാവുള്ളൂ. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ്സ് എത്തിയല്ലേ കാണത്തുള്ളൂ. അപ്പം ചെറുതെങ്കിൽ ചെറുത് നമ്മൾ വാഷ് ചെയ്ത് വെച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ശീലമാകും. നമ്മൾ എവിടെ പോയാലും നമ്മളത് ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്.
ഇത് നമ്മുടെ 2 കുഞ്ഞിപ്പൂച്ചകളും ഉണ്ട്. കഴിഞ്ഞ 2 മാസം വരെ ഇവർ ഒറ്റയ്ക്കുള്ളായിരുന്നു. ഇപ്പം ഇവർ 2-3 പേരുണ്ട്. ഇതൊക്കെ ഡെയിലി ഇവിടെ വന്ന് നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്ന ഫാമിലി മെമ്പേഴ്സാണ്. ഇതേ പോണു ഒരാൾ. ഇവരാണ് നമ്മുടെ സുന്ദരി. കുറച്ച് ലെഫ്റ്റ് ഓവർ റൈസും മീൻ കറി ഇട്ടിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാം. ഇനി അവർ കഴിച്ചോളൂ. സോ അപ്പോൾ എൻ്റെ ചെറിയ നാപ്പെല്ലാം കഴിഞ്ഞിട്ട് ഐ ആം ഓൾ സെറ്റ് ടു ഗോ ടു ജിം. സോ നമുക്ക് പോയിട്ട് പ്രീ വർക്കൗട്ട് കഴിച്ചിട്ട് വരാം. നമുക്ക് പ്രീ വർക്കൗട്ട് കഴിച്ചിട്ട് ജിമ്മിൽ പോകാം. സോ ഐ എം ഗോണ ടേക്ക് മൈ പ്രീ വർക്കൗട്ട്. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം സ്വീറ്റ് പൊട്ടറ്റോ അമ്മ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് വേ ചെയ്തെടുത്താൽ മതി. സോ ഞാൻ എടുക്കുന്ന 200 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ ആണ്, 200 ഗ്രാംസ്. ഇത് നിങ്ങൾക്ക് നോർമലി നമ്മുടെ കപ്പ ബോയിൽ ചെയ്യുന്ന പോലെ ബോയിൽ ചെയ്ത് എടുക്കാം. ഉപ്പിട്ടിട്ട് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചാൽ മതി, വേറെ സാധനം ഒന്നും വേണ്ട. യെസ്, നമ്മൾ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മുട്ട ബുൾസൈ അടിച്ചെടുക്കാം. കുറച്ച് ഓയില്. യെസ്, ഒറ്റ കയ്യിൽ ക്രാക്ക് ചെയ്യാൻ പഠിച്ചു ഗൈസ്. പക്ഷെ വേറെ സീനുണ്ട്, അതിൻ്റെയും കരി പൊട്ടിപ്പോയി. അത് പ്രശ്നമില്ല. ആദ്യമായിട്ട് ഞാൻ ഇതിനെ ക്രാക്ക് ചെയ്തിട്ടില്ലേ, അതാണ് പ്രധാന കാര്യം. സോ ഐ ആം ഗോണ സെർവ് ദിസ് ടു ദ പ്ലേറ്റ്. യെസ്. സോ അപ്പോൾ അനദർ പ്രീ വർക്കൗട്ട് മീൽ അൺലോക്കിംഗ്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് എഗ്സ്. സ്വീറ്റ് പൊട്ടറ്റോയും എഗ്ഗും വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ്. നല്ല എഫക്റ്റീവാണ്. നമ്മുടെ പ്രീ വർക്കൗട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ച് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റുമാണ്, അതുകൊണ്ട് നല്ല സ്റ്റൊമക്ക് ഫീലിംഗാണ്. ഇവിടെ ആര് ബഹളം ഉണ്ടാക്കുന്നേ? ഇവിടെ ആർക്കാ പുറത്തു കൊണ്ട് അച്ഛൻ്റെ കൂടെ? ഇവിടെ അച്ഛൻ ഉടുപ്പിട്ട് അച്ഛൻ ടീഷർട്ട് ഇട്ട് അവൾക്ക് എളി കയറി കാറിൽ പോണം പുറത്ത്. ഇതിനൊരു കങ്കാരു ബാഗ് വാങ്ങിച്ചാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് നല്ലത്. ഇറങ്ങി താഴത്ത്. അവിടെ അച്ഛൻ പോയതിന്റെ ബഹളമാണ്, കണ്ടില്ലേ? പ്രീ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ ജിമ്മിൽ പോവാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഒന്നും കാണിച്ചില്ല, ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടി വെള്ളം എടുക്കുക. ഡെയിലി അറൗണ്ട് 4 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എങ്കിലും ഞാൻ കുടിച്ചിരിക്കും. സോ അപ്പം ഇതെൻ്റെ ജിമ്മിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. ഒരു 2.5 ലിറ്റേഴ്സ്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ. ഡൺ. നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി ജിം ആൻഡ് നമുക്ക് നമ്മുടെ സെഷൻ പെട്ടെന്ന് തീർത്തിട്ട് പട്ടിയെന്ന് പറഞ്ഞു വരാം. സോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ജിം എത്തി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആപ്സും ട്രൈസെപ്സും ആണ്. ബേസിക്കലി വേറൊന്നുമല്ല, നമ്മുടെ കുറച്ച് വീക്ക് പോർഷൻസ് ട്രൈസെപ്സും ആപ്സും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നൊരു ദിവസം അതിൽ ഹിറ്റ് ചെയ്യാന്ന് വെച്ചു, കുറച്ച് ഹെവി ആയിട്ട്. സോ അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല, ജസ്റ്റ് എന്തൊക്കെയാണ് വർക്ക്ഔട്ട്സ് ഏതൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഓരോരോ ക്ലിപ്സ് വെച്ചിട്ട് കാണിച്ചു തരാം. സോ അപ്പം കം ലെറ്റ്സ് ഗോ ഡു ആപ്സ് ആൻഡ് ട്രൈസെപ്സ്. കം. അപ്പോൾ ആപ്സിന് നമ്മൾ ഫസ്റ്റ് ഐറ്റം ചെയ്യുന്ന ഡിക്ലൈൻ ക്രഞ്ചസ് ആണ്, വെയിറ്റഡ് 20 kg വെച്ചിട്ട്. 20 നമ്പേഴ്സ് ചെയ്ത അതുപോലെ 3 സെറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം ഈസ് ഹാങ്ങിങ് ലെഗ് റൈസ്, വെയിറ്റഡ്. ലെറ്റ്സ് ഗോ. സോ നമ്മുടെ ആപ്സിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ട് ഈസ് ലെഗ് റൈസും അതുപോലെ തന്നെ പ്ലാങ്കും. സോ നമ്മൾ 1.5 മിനിറ്റിൻ്റെ പ്ലാങ്കാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഗ്ലൂട്ട് പൊക്കി വെക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്സ് വർക്കൗട്ട് റാപ്പ് ചെയ്തു. അടുത്തത് നമുക്ക് ട്രൈസെപ്സ് ഹിറ്റ് ചെയ്യാം. ട്രൈസെപ്സ് നമ്മൾ കേബിൾ സിംഗിൾ ആൻഡ് പുഷ് ഡൗൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ താഴത്തോണ്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, പതുക്കെ മുകളിലേക്ക് പോവാം. താഴത്തോണ്ടൊന്ന് ട്രൈസെപ്സിന് ഹിറ്റ് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ട്രൈസെപ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ആൻഡ് സൂപ്പർ സെറ്റ്. ഇത് ഇൻക്ലൈൻ ഇസഡ് ബാർ സ്കൾ ക്രഷറും ഇസഡ് ബാർ ക്ലോസ് പ്രസ്സും ഇൻക്ലൈൻ ചെയ്യാം.
നെബുഹാൻ യൂട്യൂബ് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ? നെബു ആണ് എൻ്റെ വീഡിയോ മൊത്തം എടുത്തത്. ഇവനാണ് എൻ്റെ ഓണത്തിൻ്റെ ഷർട്ട് മറ്റേ റീലെടുത്തത്, സ്നിച്ചിൻ്റെ. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്തു. ക്യുക്ക് സെഷൻ ആയിരുന്നു. ലൈക്ക് നമ്മുടെ വർക്കൗട്ട് വ്ളോഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി റാപ്പ് ചെയ്യാം. സോ നമുക്ക് വീട്ടിൽ പോയി നമുക്ക് പോസ്റ്റ് വർക്കൗട്ട് മീലും കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. വാ. ഡയറ്റ് പിടിച്ച് ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ജിമ്മിൻ്റെ പുറത്ത് പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തേക്കുക, അതും ജിമ്മിൻ്റെ തൊട്ട് സൈഡിൽ. സോ നമുക്കിങ്ങനെ മണം പിടിച്ച് പോവാം. ഇറങ്ങുമ്പോൾ തന്നെ ഇതാ പ്രശ്നം, പുതിയ റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല, നമ്മൾ സോ യെസ്, നമ്മളപ്പോൾ നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു. ദിസ് ഈസ് അവർ പോസ്റ്റ് വർക്കൗട്ട് ഡിന്നർ പ്ലേറ്റ്. ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഐ ഷോ യു. ദിസ് ഈസ് ഹൗ ദ ഡിന്നർ പ്ലേറ്റ് ലുക്സ് ലൈക്ക്. ചപ്പാത്തി, ചിക്കൻ, എഗ് ആൻഡ് ക്യൂക്കമ്പർ, പിന്നെ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി. യെസ്, കമോൺ, നമുക്കപ്പോൾ കഴിക്കാം. ഗ്രേവിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗ്രേവി എടുക്കുന്നത്. ജസ്റ്റ് കുറച്ച് ടേസ്റ്റ് ആവാൻ വേണ്ടി മാത്രം. ചിക്കനും വെച്ചിട്ട് നമുക്ക് ഇപ്പം എനിക്ക് 6 എഗ് വൈറ്റ്സ് ഉണ്ട്. ഞാൻ വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പേ 2 ഫുൾ എഗ് കഴിച്ചു. രാവിലെ 1 എഗ്ഗും 3 വൈറ്റും കഴിച്ചു. ആകെ മൊത്തം 12 എഗ്സ്. എൻ്റെ കഴിഞ്ഞ ഡയറ്റിലേക്ക് 6 ഉള്ളായിരുന്നു. ഇപ്പം എഗ് വൈറ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട് എൻ്റെ ഡയറ്റിൽ. സോ ഞാനപ്പം ഒരു വേ പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി കുറച്ചു. അപ്പം ഞാൻ പെർ ഡേ 1 സ്കൂപ്പ് വേ പ്രോട്ടീൻ മാത്രമേ എടുക്കുകയുള്ളൂ മിഡ് സ്നാക്കിൻ്റെ കൂടെ. അത് ഈ ഡയറ്റോട്ടിൽ എനിക്ക് ചേഞ്ച് വന്നതാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് എഗ്ഗ് കൂടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ രാവിലെ എന്തുകൊണ്ടാണ് 90 മുട്ട വാങ്ങിച്ചതെന്ന് പറയാമെന്ന്. സോ അത് ഇതാണ്. ലൈക്ക് ഈ മുട്ട എനിക്ക് ബേസിക്കലി കുറച്ച് നാളത്തേക്കേ കാണുള്ളൂ, ലൈക്ക് ഒരു 8 ദിവസത്തേക്കേ കാണുള്ളൂ. ഇപ്പം നിങ്ങൾ ഡയറ്റിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ വെക്കുന്ന കറികളൊക്കെ കുറച്ച് കഴിക്കാം. എപ്പോഴും ക്വാണ്ടിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് കഴിക്കാൻ നോക്കും. ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാൻ നോക്കുമ്പോഴാണ് കാലറി കൂടുന്നതും പ്രശ്നമാകുന്നത്. ലൈക്ക് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് കുറച്ച് കാലറിയിൽ ഫുഡുകൾ കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാനും പറ്റും. നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ഗോള് ആക്റ്റീവായിട്ട് പോവുകയും ചെയ്യും. മനസ്സിലായോ? സോ അപ്പം നോ യുവർ ഫുഡ് ആൻഡ് ഈറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ അമ്മ വിൽ ഹെൽപ്പ് മീ വിത്ത് മൈ ഡയറ്റ്. കാരണം ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ഇതൊക്കെ ചെയ്ത് വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എനിക്ക് ചെയ്തു തരാറുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു പ്രിവിലേജ് വീട്ടിലമ്മ ചെയ്തു തരും എന്നുള്ളൊരു കോൺഫിഡൻസ്. സോ അപ്പോൾ അതിലാണ് മുട്ട പുഴുങ്ങാൻ പറഞ്ഞാൽ അമ്മ മുട്ട പുഴുങ്ങാനിടും, ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കി തരും. സോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ചില സമയങ്ങളിൽ ചിലപ്പോൾ മാത്രം ഞാൻ ഉണ്ടാക്കിയാൽ മതി, അല്ലാത്ത സമയത്തൊക്കെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ബി കൈൻഡ് ടു യുവർ പാരൻസ്. അത്രേ ഉള്ളൂ. നമ്മൾ എത്രയൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നമ്മുടെ പാരൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. സോ അത് കീപ്പ് ഇൻ മൈൻഡ് ആൻഡ് വർക്ക് ഫോർ യുവർ ഗോൾസ്. എല്ലാം അടിപൊളിയാവും. സോ യെസ്, നമ്മൾ നമ്മുടെ ഡിന്നർ പ്ലേറ്റ് ഫിനിഷ് ചെയ്തു. ലൈക്ക് ലുക്ക് സോ ക്ലീൻ. സോ നമുക്ക് ഈ പ്ലേറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ട് വിൽ ഗോ ടേക്ക് സം സപ്ലിമെൻറ്റ്സ് ആൻഡ് ഗോ ടു സ്ലീപ്പ്. പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്ലേറ്റ്സ് നിങ്ങൾ തന്നെ കഴുകി വെക്കുക. രാത്രി ആയതുകൊണ്ട് ബാക്കിയുള്ള പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ കഴുകി വെച്ചു. അപ്പം നമ്മൾ ഇത് മാത്രമായിട്ട് ഇടുന്നത് ശരിയല്ല. സോ അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വെള്ളം എടുക്കണം. ഓക്കെ, കോസ്റ്റ്യൂം കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഫുൾ മുണ്ട കൊടുത്തിട്ടാണ് വീട്ടിൽ നടക്കാറ്. വേണ്ടി വന്നാൽ മുണ്ട് മടക്കി കുത്താൻ അറിയാടാ. കം ഓൺ ഗൈസ്, നമുക്ക് മുകളിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ സ്ലീപ്പ്. ഇനി നമുക്ക് 2 സപ്ലിമെൻറ്റ്സും കൂടെ എടുക്കാനുണ്ട്. ദിസ് ഈസ് ഇസഡെമ്മെ. ഇസഡെമ്മയ്ക്ക് ഇറമേ തന്നെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിക്കവറി, നല്ലൊരു സ്ലീപ്പ് എല്ലാം കിട്ടാൻ വേണ്ടിയാണ് ഇസഡെമ്മ യൂസ് ചെയ്യുന്നത്. ഇതെപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പേ എടുക്കാൻ നോക്കുക. ദെൻ മൾട്ടി വൈറ്റമിൻസ് ആണ്, മസിൽ ബ്ലേസിൻ്റെ തന്നെ മൾട്ടി വൈറ്റമിൻസാണ്. ഇത് വരുന്നത് പാക്ക് ഓഫ് 3 ആയിട്ടാണ്. വിൽ ടേക്ക് ദിസ്. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ അപ്പോൾ എനിക്ക് കുറേ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്, വാട്ട് 8 ഡേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്.
ലൈക്ക് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ഇട്ടാൽ മതി. ഐ വിൽ ബി റിപ്ലൈങ് ടു ദ കമൻസ്. ആൻഡ് ഞാൻ കമൻസ് വായിച്ചിട്ടാണ് പുതിയ വീഡിയോ എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ദേ അമ്മിനി വരുന്നുണ്ട്. വയോ 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 വയോ. ദിസ് ഈസ് അവർ അമ്മിനി. അമ്മിനിനെ എല്ലാവരും വീഡിയോയിൽ കാണാറുള്ളതാണ്. സോ അമ്മിനി എൻ്റെ കൂടെ എൻ്റെ ബെഡിലാണ് കിടക്കുന്നത്. അയ്യോ കിടക്കാവേ. സോ സ്റ്റേ ഹെൽത്തി, ഈറ്റ് ഹെൽത്തി. ബൈ ബൈ, ഗുഡ് നൈറ്റ്. അൺടിൽ ദെൻ, ഗോകുൽ സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ പറ. ബൈ ബൈ ബൈ. ടാറ്റ, ഗുഡ് നൈറ്റ്. ഓക്കെ വാ.